Amigos, it's me Mind. Welcome back to another episode of a product review. ഓക്കെ ഗൈസ്, നമ്മൾ ഇന്ന് ഒരു പുതിയ പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ട്. പ്രൊഡക്റ്റിൻ്റെ പേര് ഗിഗാബൈറ്റ് NVIDIA GeForce GT710 ഒരു ഗ്രാഫിക്സ് കാർഡാണ്. ഓക്കെ, അപ്പോൾ ഗൈസ്, എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്ക്, ഒന്ന് സബ് ചെയ്തേക്ക്, ഒന്ന് തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് അടിച്ചങ്ങ് പൊട്ടിച്ചേക്കും. ഓക്കെ, എൻ്റെ വീഡിയോ കാണുന്ന ഭൂരിഭാഗം പേരും സബ്സ്ക്രൈബ് ചെയ്യാറില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ്, ബാക്കിയുള്ളവരും കൂടി ഒന്ന് സബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യൂ ഗൈസ്. ഓക്കെ, വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഗ്രാഫിക്സ് കാർഡ്. ഓക്കെ, ഗിഗാബൈറ്റിൻ്റെ NVIDIA GeForce GT710. ഓക്കെ, 2048 MB DDR3 സപ്പോർട്ടാവുന്ന ഒരു ഗ്രാഫിക്സ് കാർഡാണ്. പിന്നെ ഒരു HDMI പോർട്ടും ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, ഉണ്ടോ, HDMI പോർട്ട് വരുന്നുണ്ട്. പിന്നെ ഇതാണ് അതിൻ്റെ പെട്ടി. ഓക്കെ, ഒരു മൂങ്ങേൻ്റെ ഒരു ചിഹ്നമൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ സൈഡിലും ഗിഗാബൈറ്റിൻ്റെ അങ്ങനെ ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. സൈഡിലൊരു QR കോഡും പിന്നെ അതിൻ്റെ പേരൊക്കെ തന്നെ എഴുതിയിട്ടുണ്ട്. QR കോഡൊക്കെ നൽകിയിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിലും അതിൻ്റെ പേര് നൽകിയിട്ടുണ്ട്. പിന്നെ ഇതിൽ ഫാൻ വരുന്നുണ്ട്. 2GB DDR3യും പിന്നെ ഒരു ഫാന് വരുന്ന ഒരു ഗ്രാഫിക്സ് കാർഡാണ്. ഒരു ഫാൻ വരുന്നത്. ഓക്കെ, പിന്നെ ബാക്ക് സൈഡ് നോക്കിയാൽ നമുക്ക് ഇത് ഫാസ്റ്റ് മൾട്ടിമീഡിയ, നമ്മളെ ഈ എഡിറ്റിങ്ങിന് വേണ്ടിയാണ് നമ്മൾ ഈ ഗ്രാഫിക്സ് കാർഡ് ഉപയോഗിക്കുന്നത്. പിന്നെ ചെറിയ ചെറിയ ഗെയിം കളിക്കാനും ഇത് ഉപയോഗിക്കും. ഓക്കെ, എന്നെ പോലുള്ള ചെറിയ ഗെയിമേഴ്സൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ടാവും. ഓക്കെ, ഇതാണ് അതിൻ്റെ ബാക്ക് ഭാഗം. ഇതിൽ കുറേ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മോഡൽ നമ്പറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എനിക്ക് ഇതിൽ വാങ്ങാൻ വന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ ഓർഡർ ചെയ്ത് വരുത്തിയത്. ഓക്കെ, വാങ്ങിയത്. എനിക്ക് പ്രൈസ് വന്നത് 4004 രൂപയാണ്. ഓക്കെ, ഷിപ്പിങ്ങും എല്ലാം കൂടി കൂട്ടിയിട്ട് 4004 രൂപയാണ് ഇതിന് വന്നത്. ഓക്കെ ഗൈസ്, നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അൺബോക്സ് ചെയ്ത് നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ഇവർ കീപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ ഗ്രാഫിക്സ് കാർഡ്. ഓക്കെ, ഗ്രാഫിക്സ് കാർഡിൻ്റെ നമുക്ക് ഗ്രാഫിക്സ് കാർഡ് ഒന്ന് മാറ്റി വെക്കാം. ഗ്രാഫിക്സ് കാർഡാണിത്. ഗ്രാഫിക്സ് കാർഡ് ഗിഗാബൈറ്റിൻ്റെ ഗ്രാഫിക്സ് കാർഡിൻ്റെ ഒരു സ്റ്റിക്കറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതവിടെ മാറ്റി വെക്കാം. ഇതിൽ വരുന്നത് നമ്മുടെ മറ്റേ ഈ സ്ലോട്ട്, ഈ പിന്നൊക്കെ ഇതാക്കണ ഒരു സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. 2 കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഒരു സാധാ മറ്റേ ഒരു പ്ലഗിൻ്റെ പേരൊന്നും അറിയില്ല. പിന്നെ ഇതിന് ഒരു HDMI പോർട്ടും വേറെ എന്തോ പ്ലഗ് വരുന്നതുണ്ട്. പിന്നെ ഇതിൻ്റെ അടിയിൽ വരുന്നത് ഒരു മാനുവൽ വരുന്നുണ്ട്. ഓക്കെ, മാനുവൽ ഒരു നീളമുള്ളൊരു മാനുവലാണ്. ഓക്കെ, ഇതിൽ നമ്മുടെ ഡ്രൈവർ ഇൻസ്റ്റാളേഷനും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഗൈസ്, ഞാൻ ഇതിൽ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യുന്നൊന്നും കാണിക്കുന്നില്ല. അതൊക്കെ കാണിച്ചാൽ പിന്നെ വീഡിയോ കുറച്ച് ലെങ്ത് ആയി പോകും. ഓക്കെ, അപ്പോൾ ഗൈസ്, ഈ സാധനങ്ങളൊക്കെ നമുക്കൊന്ന് മാറ്റി വെക്കാം. ഓക്കെ, അതൊന്നും ആവശ്യമില്ല. ഇനി നമ്മുടെ മെയിൻ സാധനമായ നമ്മുടെ ഗ്രാഫിക്സ് കാർഡ് നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇതാണ് നമ്മുടെ ഗ്രാഫിക്സ് കാർഡ്. ഓക്കെ, നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ നല്ല സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് നല്ലൊരു പ്ലാസ്റ്റിക് കവറാണ്. ഓക്കെ, പിന്നെ കാണുന്ന പോലെ ചെറുതാണെങ്കിലും അത്യാവശ്യം വെയിറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഈ സ്റ്റിക്കറൊന്ന് പറിച്ച് കളയട്ടെ. ഓക്കെ, ഗ്രാഫിക്സ് കാർഡ് പുറത്ത് വരുന്നു. ഞാൻ പതുക്കെയാണ് എടുക്കുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഗ്രാഫിക്സ് കാർഡ് വാങ്ങുന്നത്. ഓക്കെ, ഇതാണ് ഗ്രാഫിക്സ് കാർഡ്. പ്ലാസ്റ്റിക് നമുക്ക് മാറ്റി വെക്കാം. ഇതാണ് നമ്മുടെ ഗ്രാഫിക്സ് കാർഡ് ഗൈസ്. ഓക്കെ, ഒരു ഗിഗാബൈറ്റിൻ്റെ ലോഗോ ഒക്കെ വരുന്നുണ്ട്. ഒരു ഫാനുണ്ട്. പിന്നെ അതുണ്ടോ, നമ്മുടെ പിന്നൊക്കെ നമ്മളിങ്ങനെ സേഫ്റ്റിക്ക് വേണ്ടി പിന്നൊക്കെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നല്ലൊരു കാര്യമാണ്. പിന്നൊക്കെ ഡാമേജ് വരാതെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു HDMI പോർട്ടും പിന്നെ വേറെ എന്തോ ഒരു പോർട്ടും ഇതിലുണ്ട് ഗൈസ്. ഓക്കെ, ഉണ്ട് ഗൈസ്. ഓക്കെ, ഒരു ഫാൻ വരുന്നുണ്ട്. പിന്നെ അതാണ് നമ്മുടെ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യാനുള്ള DDR3 സ്ലോട്ട് വരുന്നത്. ഓക്കെ, ഇതാണ് ഗൈസ്. ഓക്കെ, നല്ല ഒരു ക്യാപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഗിഗാബൈറ്റിൻ്റെ ഒരു ലോഗോയും അവിടെ വരുന്നുണ്ട്. പിന്നെ ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ മോഡൽ നമ്പറൊക്കെ വരുന്നുണ്ട്. ഓക്കെ, GVN7
ഫോക്കസ് ആവും VN710 D3 2GL എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ ബാക്ക് സൈഡ് പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഫ്രണ്ട് സൈഡ് ആണെങ്കിൽ ഒരു ഫാൻ വരുന്നുണ്ട്, പിന്നെ പോർട്ടുകളും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഗ്രാഫിക്സ് കാർഡ് വരുന്നത്. ഫോക്കസ് ആവും. ഇത് കാണുമ്പോൾ ചെറുതാണെങ്കിലും അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ആക്കി വെച്ചേക്കുക. ഗൈസ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ മൈൻഡ്. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.